വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഓർമ്മിക്കുക, വിശുദ്ധ 5-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഓർമ്മദിനമാണിന്ന്. 1504 ജനുവരി 27-ാം തീയതി ബോസ്കോയിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. മൈക്കൽ ഗിസ്ലിയേരി എന്ന മാമോദിസ പേര് സ്വീകരിച്ചു. ഡൊമിനിക്കൻ സന്യാസികളുടെ കീഴിൽ വ്യാകരണം പഠിച്ച് മൈക്കൽ 15-ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ആശാനിഗ്രഹവും കൂടുതൽ എളിമയും അടക്കവും പാലിച്ചു പോന്നു. 36-ാം വയസ്സിൽ വൈദികനായി. 16 വർഷം വിദ്യാർത്ഥികൾക്ക് തീക്ഷ്ണമായ ദൈവഭക്തിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ചു. 1556 മെത്രാനായി നിയമിക്കപ്പെട്ടു. 1 വർഷത്തിനു ശേഷം കർദിനാളാക്കി ഉയർത്തപ്പെട്ടു. സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന്റെ എളിമയും വിനയവും വർദ്ധിപ്പിച്ചു. 1566 ജനുവരി 7-ാം തീയതി കർദിനാൾ മൈക്കൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 5-ാം പിയൂസ് എന്ന നാമം സ്വീകരിച്ചു. തുർക്കികളുടെ ആക്രമണത്തെ ചെറുക്കാൻ നാവിക സൈന്യത്തെ സംഘടിപ്പിച്ചെങ്കിലും അവരെ ചെറുക്കാൻ നാവിക സൈന്യത്തെ കൊണ്ട് മതിയാവുകയില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും ദൈവമാതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. 1567 ഒക്ടോബർ 17-ന് ലെപ്പന്തോ ഉൾക്കടലിൽ വെച്ച് പേപ്പൽ സൈന്യം തുർക്കികളെ തോൽപ്പിച്ച് ക്രൈസ്തവ രാജ്യങ്ങളെ സംരക്ഷിച്ചു. അതിനുശേഷം ദൈവമാതാവിന്റെ ലുത്തിനിയായിൽ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുകൂടി ചേർത്തു. ഒരിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യന്റെ കാലിലെ വ്രണം പാപ്പ ചുംബിക്കുന്നത് കണ്ട് ഒരു ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റുകാരൻ മാനസാന്തരപ്പെട്ടു. കഠിനമായ അധ്വാനവും പ്രായശ്ചിത്തവും നിമിത്തം വളരെ ക്ഷീണിതനായിരുന്ന പാപ്പ 1572 മെയ് 1-ാം തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1712 മെയ് 12-ാം തീയതി ക്ലെമൻ 13-ാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. കലാലയ വിദ്യാഭ്യാസം കൂടാതെ കുഞ്ഞുനാൾ മുതൽ ആത്മീയ പഠനം നടത്തി പത്രോസിന്റെ സിംഹാസന പദവി അലങ്കരിച്ച 5-ാം പിയൂസ് പാപ്പയുടെ വിശ്വാസദാർഢ്യത എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അദൃശ്യമാം കരങ്ങളാൽ തഴുകിത്തലോടുന്ന കർത്താവിൻ സ്നേഹം അവർണ്ണനീയം. തഴുകിത്തലോടുമ്പോൾ അനുതാപ കണ്ണീരാൽ ഹൃദയത്തിൻ ഭാരം അതലിഞ്ഞു പോകും. അദൃശ്യമാം കരങ്ങളാൽ തഴുകിത്തലോടുന്ന കർത്താവിൻ സ്നേഹം അവർണ്ണനീയം. തഴുകിത്തലോടുമ്പോൾ അനുതാപ കണ്ണീരാൽ ഹൃദയത്തിൻ ഭാരം അതലിഞ്ഞു പോകും. കാരുണ്യമേ എന്നാത്മാവിൻ ഭോജനമേ, ദിവ്യ കാരുണ്യമേ
എന്നാത്മാവിൻ ഭോജനമേ. നീ എന്നിൽ അലിയുമ്പോൾ എൻ മനസ്സിൽ ഇന്ന് സ്വർഗീയ സന്തോഷമായി, സ്വർഗീയ സന്തോഷമായി. നീ എന്നിൽ അലിയുമ്പോൾ എൻ മനസ്സിൽ ഇന്ന് സ്വർഗീയ സന്തോഷമായി, സ്വർഗീയ സന്തോഷമായി. അദൃശ്യമം കരങ്ങളാൽ തഴുകിത്തലോടുന്ന കർത്താവിൻ സ്നേഹം അവർണ്ണനീയം. തഴുകിത്തലോടുമ്പോൾ അനുതാപ കണ്ണീരാൽ ഹൃദയത്തിൻ ഭാരം അതലിഞ്ഞു പോകും. കാരുണ്യമേ, എന്നാത്മാവിൻ ഭോജനമേ. ദിവ്യ കാരുണ്യമേ, എന്നാത്മാവിൻ ഭോജനമേ. നീ എന്നിൽ നിറയുമ്പോൾ എന്നുള്ള നിന്നെൻ്റെ ഈശോയിൽ ആനന്ദിക്കും, ഈശോയിൽ ആനന്ദിക്കും. നീ എന്നിൽ നിറയുമ്പോൾ എന്നുള്ള നിന്നെൻ്റെ ഈശോയിൽ ആനന്ദിക്കും, ഈശോയിൽ ആനന്ദിക്കും. അദൃശ്യമാം കരങ്ങളാൽ തഴുകിത്തലോടുന്ന കർത്താവിൻ സ്നേഹം അതവർണ്ണനീയം. തഴുകിത്തലോടുമ്പോൾ അനുതാപ കണ്ണീരാൽ ഹൃദയത്തിൻ ഭാരം അതലിഞ്ഞു പോകും. കാരുണ്യമേ, എന്നാത്മാവിൻ ഭോജനമേ. ദിവ്യ കാരുണ്യമേ, എന്നാത്മാവിൻ ഭോജനമേ. നീ എന്നിൽ നിറയുമ്പോൾ എന്നുടെ വഴികളിൽ നീ എന്നും ദീപമാകും, നീ എന്നും ദീപമാകും. നീ എന്നിൽ നിറയുമ്പോൾ എന്നുടെ വഴികളിൽ നീ എന്നും ദീപമാകും, നീ എന്നും ദീപമാകും. അദൃശ്യമാം കരങ്ങളാൽ തഴുകിത്തലോടുന്ന കർത്താവിൻ സ്നേഹം അതവർണ്ണനീയം. തഴുകിത്തലോടുമ്പോൾ അനുതാപ കണ്ണീരാൽ ഹൃദയത്തിൻ ഭാരം അതലിഞ്ഞു പോകും.